ദൈവമുണ്ട്, അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദൈവമുണ്ട്. പ്രാർത്ഥിക്കാം. ഇന്ന് ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? കഴിഞ്ഞ ഞായറാഴ്ച മുതൽ മുടങ്ങാതെ ഈ വചനം കേട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനം പുതിയതായി കേൾക്കുന്നവരെ, ആദ്യമായി ഇതിനെക്കുറിച്ച് അറിഞ്ഞവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവേ, ഈ വചനത്തിലൂടെ ഈ ജനത്തെ, ഈ കുടുംബത്തെ, ഈ സാഹചര്യങ്ങളെ ഒക്കെ അനുഗ്രഹിക്കണമേ. ഈ മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ സകലരെയും അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ തഴച്ചു വളരുന്ന അനുഭവങ്ങളെ കൊടുക്കണമേ. തഴച്ചു വളരുന്ന അനുഭവങ്ങളെ കൊടുക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകണം. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകണം. സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഐശ്വര്യം ഉണ്ടാകണം. നിങ്ങളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നിയോഗങ്ങൾ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ദൈവത്തിൻ്റെ അടയാളങ്ങൾ സംഭവിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും വരില്ല. നല്ലൊരാഴ്ചയായിരിക്കട്ടെ ഈ വരുന്ന ഒരാഴ്ച. സന്തോഷത്തോടെ ആയിരിക്കുക. നല്ല യാത്രകൾ ചെയ്യാൻ, നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല ഭവനത്തിൽ താമസിക്കാൻ, നല്ല ബന്ധങ്ങൾ ഉണ്ടാകാൻ, നല്ല വാക്കുകൾ കേൾക്കാൻ, നല്ല വാക്കുകൾ പറയാൻ, എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.